കാസർഗോഡ് വായ്പാ കുടിശ്ശിക അടക്കാത്തതിന് ബാങ്ക് അധികൃതരുടെ ലേല നോട്ടീസ് ലഭിച്ച നിർധന കുടുംബത്തിലെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മടിക്കൈ കാനുണ്ടയിലെ ചെത്തുതൊഴിലാളി ബിനോയിയാണ് മരിച്ചത്. വീട് നിൽക്കുന്ന 7 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ലോണെടുത്തത്. 2.5 ലക്ഷം രൂപ ബാങ്കിൽ അടക്കാൻ ഉണ്ടായിരുന്നതിൽ 1 ലക്ഷം രൂപ അടച്ചു തീർത്തു. അസുഖബാധിതനായി ചികിത്സയിലായതോടെയാണ് പണം തിരിച്ചടക്കാൻ സാധിക്കാതെ വന്നത്. 19-ാം തീയതി രാത്രിയാണ് ഒരു 9 മണി ടൈമിലാണ് അച്ഛൻ വിഷം കഴിക്കുന്നത്. കാരണം ജപ്തി അന്ന് രാത്രി അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ലു, അടക്കാനില്ല, പണിക്ക് പോകാതെ കുറേ അച്ഛൻ, അതുകൊണ്ട് ഇല്ലാന്ന് കഴിക്കുന്നു നമുക്ക് തോന്നിയത്. അസുഖം തോന്നുന്നു അച്ഛന് നടുവേദനയായിട്ട് ഇടുണ്ടായിന്, ആയുർവേദാശുപത്രിയിലുണ്ടായിന്. എത്ര അടക്കാനുള്ളത് ഇപ്പോൾ? 2 ലക്ഷത്തി പലിശ അടക്കം 2,04,000 സംതിങ് ആയിട്ടുണ്ട്. അതായത് ഏകദേശം 1 ലക്ഷത്തിന് മീത്ത് അടച്ചു നമ്മൾ. എന്തായാലും 1,60 ബാക്കി ഉണ്ടായിരുന്നത്, പക്ഷെ പലിശ കയറിയിട്ട് 2,10 അടുക്ക് എത്തി. ബാങ്കുകാർ അന്ന് 18-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ ഹോസ്പിറ്റലാണ്. അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ബാങ്കുകാർ വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം വന്നു. ഞാൻ 19-ാം തീയതി മാക്സിമം ഉണ്ടാക്കാൻ നോക്കി, പലിശ അടക്കാൻ വേണ്ടിയിട്ട് ഒപ്പ് നോക്കി. ബാങ്കിൽ നിന്ന് ബിനോയിയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത്. ബിനോയ് അസുഖബാധിതനായി തൊഴിലെടുക്കാനാകാതായതോടെ കുടുംബം കടക്കണിയിലാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.